ഹായ് മക്കളെ. അപ്പോൾ എൻ്റെ മനോഹരമായ ശ്രീ ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഞാൻ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇന്ന് വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചതാണ്. ചെറിയൊരു ശ്വാസം മുട്ടൽ, ചെറുതെന്നല്ല ശ്വാസം മുട്ടലുണ്ട്. എന്നിരുന്നാലും കാര്യങ്ങൾ തുറന്നു പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് ഈ വൈകിയ വേളയിലാണെങ്കിലും ഞാൻ എടുത്തു വച്ചൊരു വീഡിയോ അങ്ങ് പോസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ. പെൺകുട്ടികളുടെ മുഖ്യ ശത്രു പെൺകുട്ടികൾ തന്നെയാണ്. അതായത് പെണ്ണുങ്ങളുടെ മുഖ്യ ശത്രു പെണ്ണുങ്ങൾ തന്നെയാണ്. അല്ലേ? അല്ല എന്ന് പറയാൻ പറ്റുമോ? ആണ് അല്ലേ? അങ്ങനെയല്ലേ? ഒരു പെണ്ണാണ് മറ്റൊരു പെണ്ണിൻ്റെ ജീവിതം തുലയ്ക്കാനായിട്ട് മുന്നിട്ടിറങ്ങി വരുന്നത്. അതിന് എത്രയൊക്കെ അല്ല എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ വന്നാൽ ആരും സമ്മതിച്ചു തരത്തില്ല. എന്താ, ഒരു വീട്ടിൽ വഴക്കുണ്ടാവണം എന്നുണ്ടെങ്കിൽ ഒരു പെണ്ണ് വിചാരിച്ചാൽ മതി. അതെങ്ങനെയെന്ന് നിങ്ങൾ ചോദിക്കും. ഒരു പെണ്ണ് വിചാരിച്ചാൽ മാത്രമല്ല, ആ പെണ്ണ് കെട്ടിക്കഴിഞ്ഞ് വീട്ടിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ പിന്നെ ഗോവിന്ദ ഹരേ. അല്ലേ? അങ്ങനെയല്ലേ? നമ്മളുടെ ജീവിതത്തിൽ സന്തോഷമില്ല, അപ്പോൾ പിന്നെ മറ്റുള്ളവർ സന്തോഷിക്കേണ്ട എന്ന് വിചാരിക്കുന്ന പെണ്ണുങ്ങളാണ് ഭൂരിഭാഗം, പെൺകുട്ടികളാണ് ഭൂരിഭാഗം. വ്യത്യസ്തമായിട്ട് കുറച്ച് പേരെ കാണത്തുള്ളൂ, അപൂർവം. പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവരാരും കാണില്ല. പലരും പല നേട്ടങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ കുടുംബത്തിലേക്ക്, ഈ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ കുടുംബത്തിനകത്ത് വന്ന് കിടക്കുന്നത്. ഓരോരോ കാരണങ്ങളുണ്ടാക്കും. പക്ഷേ പല നേട്ടങ്ങൾക്ക് വേണ്ടിയും മറ്റുള്ളവരുടെ ജീവിതം എങ്ങനെ തുലയ്ക്കാം എന്ന് ആലോചിച്ച് പ്ലാൻ ചെയ്തിട്ടാണ് അവർ വരുന്നത്. അത് എപ്പോഴും പ്ലാൻ ചെയ്യുന്നതും കൂടെ നിങ്ങൾ അറിയുക. ഈ സഹോദരിമാർക്കാണ്, സഹോദരൻ കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിൻ്റെ നേരെ അവർ എല്ലാം പ്രവർത്തിക്കുക. അവർക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടണമെങ്കിൽ സഹോദരൻ്റെ ഭാര്യ അതുപോലെ വിഷമിപ്പിച്ചാലേ ശരിയാവത്തുള്ളൂ, അല്ലേ? ഒരു പക്ഷേ ആ കുട്ടിയുടെ കെട്ടുതാലി പോലെ ഒരു കുട്ടിക്ക് സഹോദരനിൽ നിന്ന് എങ്ങനെ അകറ്റാമെന്ന് വളരെ പ്രീ പ്ലാൻഡായിട്ടായിരിക്കും ഒരു കല്യാണം തന്നെ നടത്തുന്നത്. അത് കല്യാണം കഴിഞ്ഞതിന് ശേഷമേ വർക്കൗട്ട് ആക്കുള്ളൂ എന്നേ ഉള്ളൂ. എന്താ, ശരിയല്ലേ? മിക്കയിടത്തും പ്രശ്നങ്ങൾക്ക് ആധാരം പെങ്ങന്മാർ തന്നെയല്ലേ? അതും ഇങ്ങനെ വരുന്ന പെണ്ണുങ്ങൾ അല്ലേ? ആലോചിച്ചിട്ട് ഉത്തരം പറയുക കേട്ടോ. ഞാനിത് പറയാൻ കാര്യം, ഞാൻ നിത്യവും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സങ്കടമായിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ ഭാഗം ആണിത്.